ഞങ്ങളൊരു യാത്രയിലാണ്. ചെറായി ബീച്ചിലും പോകണം. അപ്പൊ ഞങ്ങൾ ആദ്യം മൂന്നാർ പോവും, അവിടെ നിന്ന് പിന്നെ നമ്മൾ ചെറായിക്കും പോവും. കറക്റ്റ് അല്ലേ? ആ, അപ്പൊ നമ്മൾ അങ്ങോട്ടാ കുഞ്ഞുണ്ടി പോണേ? മൂന്നാറ്. അപ്പൊ ഞങ്ങളിപ്പോ പോണ വഴിക്ക് വണ്ടി നിർത്തിയതാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടിയാ. അപ്പൊ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് സംഭവങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. റോഡൊക്കെ മൊത്തം കുത്തികളൊക്കെ ഇട്ടേക്കാം, പണിയൊന്നും തീർന്നിട്ടില്ല. യെസ്, എന്താ കഴിക്കാൻ പോണ നമ്മള്? ആ, പോർക്ക് ഫ്രൈ. എടാ അഭിപ്രായം പറഞ്ഞേ. ടേസ്റ്റ് നോട്ടെ. അടിപൊളി. സൂപ്പർ, നല്ല ഫ്രൈ ചെയ്ത് പക്ക സാധനം. കാപ്പി നല്ല ചൂടാലോ കുഞ്ഞുണ്ണി. പൊങ്കാല നമ്മളങ്ങനെ മൂന്നാർ എത്തിക്കൊണ്ടിരിക്കുക. കുഞ്ഞുണ്ണി, എന്താണ് കുഞ്ഞുണ്ണിയുടെ അഭിപ്രായം മൂന്നാറിനെ പറ്റി? ഓക്കെ, റൂം എടുക്കാൻ ഇഷ്ടമാണ്, തണുപ്പാണ്, ആളുകളൊക്കെ ഫോട്ടോ എടുക്കണം. നോക്കിയേ, അവിടെ തന്നെ അവർ ഫോട്ടോ പ്രിന്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഞങ്ങൾ മേടിച്ചിട്ടുണ്ട് അല്ലേ? ആ, ഓക്കെ. അപ്പൊ അങ്ങനെ ഞങ്ങൾ മൂന്നാർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് ഏകദേശം ഒരു 6.5-7 കിലോമീറ്റർ മാക്സിമം. അങ്ങനെ പുതിയ മൂന്നാർ എത്തി. വെൽക്കം ടു മൂന്നാർ. ഓ, എത്ര തവണ ഇവിടെ വന്നാലും മടുക്കില്ല. നല്ല രസം. നോക്കി, ക്ലൈമറ്റ് ഉണ്ടോ? നല്ല പച്ചപ്പ്, നല്ല കാറ്റും നല്ല തണുപ്പും ഉണ്ട്. ഉച്ച സമയമായിട്ടില്ല. വണ്ടി ഞങ്ങൾ ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തു. ഇപ്പൊ ടൂറിസ്റ്റുകളൊക്കെ ഏകദേശ സമയത്ത് വന്ന് തുടങ്ങണേ ഉള്ളൂ. കാരണം ഇന്നിപ്പോ വെള്ളിയാഴ്ച ഉച്ചയായിട്ടുള്ളൂ. ഇന്ന് രാത്രി വൈകുന്നേരം ഒക്കെ ആയിട്ട് കൂടുതൽ ആളുകൾ വരും. നാളെ പാക്ഡ് ആയിരിക്കും. ഇതുപോലെ യൂക്കാലി തോട്ടങ്ങള് അടിപൊളിയല്ലേ? എത്ര ആളിവിടെ വന്നിട്ടുണ്ടെന്ന് നമുക്ക് പോലും അറിയില്ല. ശരിയല്ല? ഓ, ഇഷ്ടം പോലെ തവണ. പിന്നെ ഇതേ വീട് എന്റെ ഫേവറേറ്റ് വീടാണ്. ഇവിടെ ഗ്രൗണ്ടിലെ ആളുകൾ കുറെ പേര് കളിക്കാനൊക്കെ പിള്ളേർ നിൽക്കുന്നുണ്ട്. ഈ കിടക്കുന്ന കുറെ കാറുകളൊക്കെ ടാക്സി കാറുകളാണ്, യെല്ലോ നിറത്തില്. അങ്ങനെ ഞങ്ങളുടെ സ്വന്തം സ്വർഗമായ മൂന്നാർ. വാട്ട് എ ഫണ്ടാസ്റ്റിക് പ്ലേസ് കുഞ്ഞുണ്ണി. യെസ്. ചേട്ടൻ എത്ര കാലമായിട്ട് ഇവിടെ താമസിക്കുന്ന? ജനിച്ചു വളർന്നല്ല ഇവിടെ തന്നെ. ഇവിടെ പേരെന്നാ? മജീദ്. മരുത്. ഓക്കെ. ഓ, താത്താടെ കാലം മുതലേ. സോ ബേസിക്കലി തമിഴ്നാട്ടിൽ നിന്നാണ്. ഇവിടെ തന്നെ. ഓക്കെ, ഓക്കെ. തമിഴ്നാട്ടിൽ ഫാമിലി ഇല്ല? സ്വന്തക്കാരുണ്ട്. ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. ചെറിയൊരു സ്ട്രീറ്റ് ഒക്കെ ആയിട്ട് ഇവിടെ നിറയെ ഫാമിലീസ് ഉണ്ടോ? ഓ, അടിപൊളി. ചെറിയ വീടുകളും സൗകര്യങ്ങളൊക്കെ ആയിട്ട് കുറെ അധികം ആളുകളുണ്ട് കേട്ടോ. കൂട്ടുകാരൻ കടയിൽ കുറച്ച് സാധനം മേടിക്കാറുണ്ട്. അപ്പൊ ചുമ്മാ ഇങ്ങനെ ഒരു സ്ട്രീറ്റ് കണ്ടേ, വഴി നല്ല രസമുണ്ട്. അപ്പൊ അത് കാരണം ഇങ്ങനെ ഇറങ്ങിയതാ. നാട്ടുകാർ ഓടിച്ചിട്ട് അടിക്കും എന്നുള്ളത് എനിക്കറിയില്ല. ഇത്രയും കുറച്ച് ആളുകൾ മാത്രം. കുഞ്ഞു വാതിലും ചെടികളും. എങ്ങോട്ടാണോ ഞാൻ നടന്നു പോകണം. ആളുകൾ ഇവിടം വരെ ഉള്ളല്ലേ? തൽപരകക്ഷിയല്ല. എന്താ രസം. ചെറിയ സ്ട്രീറ്റും സ്ട്രീറ്റ് ആണെങ്കിലും നോക്കി ചെറിയ ചെടികളും സംഭവങ്ങളെല്ലാം ഉണ്ട്. ചെടികളാണ് കണ്ട നല്ല വൃത്തിയായിട്ട്. ഒരു വെള്ളമൊക്കെ പിടിക്കുന്ന ഇങ്ങനെ സർക്കാരിന്റെ വെള്ളമൊക്കെ പിടിച്ച് വെച്ചിരിക്കുന്നത്. ഇതല്ലാതെ വെള്ളത്തിന് അത്ര സുലഭമായിരിക്കില്ല വെള്ളം. എന്തായാലും കൊള്ളാം. നല്ല കായുള്ള ചെടി. ഹലോ, പയ്യൻ വന്നാർന്നവൻ പോയി. ഒന്ന് നോക്കാം. അടിപൊളി സ്ഥലമാണ്. ഞങ്ങൾ ആകെ കൺഫ്യൂഷനിലാണ്. എങ്ങോട്ടാണ്? ആ വഴിയാണോ? ആണോ ഇങ്ങോട്ടാണോ ഇങ്ങോട്ടാണോന്ന് സംശയ. അങ്ങനെ ഞങ്ങൾ ചുറ്റി ഒടുവിൽ റൂം കിട്ടിയിരിക്കുകയാണ്. ഒരു ചെറിയ കോട്ടേജ്. അപ്പോൾ ഇതെവിടെയാന്ന് പറഞ്ഞാൽ അങ്ങറ്റത്ത് ആ വീട് കണ്ടോ?
എൻ്റെ ഫേവറേറ്റ് വീടാണ്. ആ വീടിനോട് ചേർന്ന് തന്നെ പുതിയ മൂന്നാറിൽ അകത്തോട്ട് കയറുമ്പോൾ തേയിലത്തോട്ടങ്ങളുടെ നടുക്കായിട്ട് ഇതേ ഇതുപോലെ ഒരു ചെറിയ കോട്ടേജ്. ഞങ്ങൾ അവിടെ റൂം റെന്റിന് കിട്ടി. അതുമല്ല ചെറിയൊരു കോട്ടേജ് റെന്റിന് എടുത്തു. അടിപൊളിയാണ്. ഇപ്പോൾ ഇവിടെ വേറെ ഫോറിനേഴ്സ് ഉണ്ട്, വേറെ ആളുകൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നല്ല ഒരു ഭയങ്കര ഫീലാണ് കേട്ടോ. നല്ല കാറ്റും തണുപ്പും നല്ല അടിപൊളിയായിട്ട് ഇവർ ഈ ചെടികളൊക്കെ നിർത്തിക്കണം. തേയില തന്നെ നിൽക്കുന്നത് കണ്ടോ, ഇതെല്ലാം തേയില തന്നെ നിൽക്കുന്നത്. ഇതൊക്കെ നല്ലതായിട്ട്. ഈ മരം നോക്കി, മരം സൂപ്പറാണ്. മരം നിറയെ പൂക്കളാ, നിറച്ച് കായകളും പൂക്കളുള്ള ഒരു മരം. അടിപൊളിയല്ലേ? ഭയങ്കര ഹാപ്പി കേട്ടോ, ഭയങ്കര ഹാപ്പിയാണ്. കാരണം കുറേ ചുറ്റി ഞങ്ങൾ ചിന്നക്കനാല് പോയി, അവിടെ റൂം ശരിയായില്ല. അതിനുശേഷം ഞങ്ങൾ പുതിയ മൂന്നാർ വന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചെടുത്ത് തന്നെ ഒരു തിരക്കേടില്ലാത്ത ബഡ്ജറ്റിന് ചെറിയ റൂം കിട്ടി. ചെയറൊക്കെ കണ്ടോ, പഴയ ചെയർ സെറ്റപ്പാണ്. രസമുണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം കാണാൻ. ഫാൻ നോക്കി, ചെറിയൊരു ഫാൻ. അപ്പോൾ ഇത് എനിക്ക് ഉള്ള സിംഗിൾ ബെഡ് സെപ്പറേറ്റ്. ഇവിടെ രാജകീയമായ ബെഡ് കുഞ്ഞുണ്ണിക്കുണ്ട്. കുഞ്ഞുണ്ണി ബാത്റൂം ചെറിയ ഒരു ബാത്റൂം സെറ്റപ്പാണ്. പഴയ രീതി ഉണ്ടോ, ചൂടുവെള്ളത്തിന് സെപ്പറേറ്റ് പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. യൂറോപ്യൻ ക്ലോസറ്റ് ആണ്. ചെറിയ കണ്ണാടി സൗകര്യങ്ങൾ. മോർ ദാൻ ഇനഫ്. നമുക്കിതൊക്കെ ധാരാളം. പിന്നെ അല്ലാണ്ട് ഇത് കൂടുതലൊക്കെ എന്നാ വേണം അല്ല കുഞ്ഞുണ്ണി? ഇതൊക്കെ ധാരാളം പോലെ നമുക്ക്. യെസ്, ഹാപ്പി ഹാപ്പി. അതാണ് ഹാപ്പി. അപ്പൊ അതിന് ഫുഡ് കഴിക്കല്ലേ? ലെറ്റ്സ് ഈറ്റ്. അവിടെ സുമിത്ത് ഫുഡൊക്കെ ഇപ്പോ വിളമ്പി സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പോ അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ പുറത്തേക്ക് പോവല്ലേ? എവിടെ പോണേ? തേയിലത്തോട്ടത്തിലേക്ക്. ഞങ്ങൾ താമസിക്കുന്ന കോട്ടേജ് ഈ കാണുന്നതൊക്കെ കണ്ണൻദേവൻ എന്ന് പറഞ്ഞാൽ കണ്ണൻദേവൻ ടാറ്റയുടെ കയ്യിൽ നിന്ന് ലീസിനെടുത്ത് ആണ് ഇപ്പോൾ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൻദേവൻ ഹിൽസ്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർ പണിത ആ ബിൽഡിങ്ങുകൾ ഇത് പിന്നീട് കോട്ടേജ് ആയിട്ട് മാറിയതാണ്. അതാണ് സീന കോട്ടേജ്. എന്ത് രസമാണെന്നറിയോ ഇവിടെ ഇങ്ങനെ വൈകുന്നേരം നടക്കേ. ഓ അടിപൊളിയാ. അപ്പോൾ പ്ലാൻ ചെയ്യണമെന്ന് ഞാൻ പറയാം. ഞങ്ങോട്ട് നോക്കുമ്പോൾ ഒരു വലിയ ഇലക്ട്രിക് ടവർ ഉണ്ടില്ലേ, ഏകദേശം അവിടം വരെ നടക്കുക. തേയില ഉണ്ടോ? എടാ അട്ട ഉണ്ടാവൂല എന്നാട്ടോ പറഞ്ഞേക്കണത്. അട്ട ഇപ്പം ഇല്ല. പച്ചപ്പ് നോക്കി ഒരു കായ ഉണ്ടാക്കി കിടക്കുന്നുണ്ട്, കാണാമോ അത്? അയ്യടാ തൊപ്പി എടുത്തില്ലോടാ. മങ്കിക്കാപ്പോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ലെറ്റ്സ് ഗോ. ഞാൻ ഒരു ഗംഭീര വ്യൂ കാണിച്ചു തരാവേ. നോക്കിയേ എന്റെ പൊന്നെ, കോട ഇറങ്ങിട്ടൊക്കെ നോക്കി എന്നാ സെറ്റപ്പാന്ന്. ഇത്ര ഉയരത്തിലാണ് ഞങ്ങൾ പണിക്കണം പുതിയ മൂന്നാറിൽ. 1 2 3 മഴയായി. മഴ ഓൾറെഡി ആയി. അതുകൊണ്ട് മേളിലേക്ക് അങ്ങറ്റം വരെ പോകാനുള്ള പ്ലാൻ വേണ്ടെന്ന് വെച്ചു. മോർണിംഗിൽ ഇറങ്ങണം. പിന്നെ നാളെ ഒരു കറക്കമുണ്ട് മൊത്തത്തില്. വീട്ടിലിരുന്നാൽ കിട്ടുമോ ഈ എക്സ്പീരിയൻസ്? കിട്ടില്ല. കേരളം മുഴുവൻ, ഇന്ത്യയിൽ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് കോട്ടേജിലെത്തി. We are just taking video. കുഞ്ഞിനി നമുക്ക് ഈ ഫോറിനർ അമ്മച്ചിനോട് ഒരു ഫോട്ടോ എടുക്കാം അല്ലേ? ഒരു വീഡിയോ എടുത്തേക്കാം. ഞങ്ങളിവിടെ താമസിക്കുന്നിടത്ത് ഉള്ള ഒരു ആന്റിയാണ്. എൻ്റെ പേര് ലൂസിയാന. Luciana is from Brazil. Paris. Yeah, I live in Paris. She lives in Paris. അമ്മച്ചി എല്ലായിടത്തും ജീവിക്കുന്നുണ്ട്. അപ്പൊ വ്ലോഗ് ആദ്യം എടുക്കണം, അത് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കണം. അമ്മച്ചിയോട് പറഞ്ഞു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ അമ്മച്ചി ബ്രസീലിന്റെ കൊടി, രാജ്യത്തിന്റെ രാജ്യത്തിന്റെ കൊടിയൊക്കെ എടുത്തോണ്ടുവന്നുണ്ട്. എന്ത് രാജ്യസ്നേഹം കണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ. ആ കൊടിയൊക്കെ വെച്ചിട്ട് അതിനു വേണ്ടിയിട്ട് തന്നെ എല്ലാം ഒരുക്കുക. I can help you. Just here with the two. Yeah, I will take. So ഞാൻ അമ്മച്ചിക്ക് ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കട്ടെ. Yeah, nice. Yeah? But not good, because my memory not good yet. Okay, you can delete the other one. So photoshoot നടന്നുകൊണ്ടിരിക്കുക. Because my He's calling you. How you do like? Can you show me that picture, the Kochi picture once again? Oh, Kathakali! Oh my God! Yeah, I love Kathakali. He killed the girl. He killed. ആന്റി ബ്രസീലിൽ നിന്ന് വന്നിട്ട് കൊച്ചി
കേരളം മുഴുവൻ ഇന്ത്യയിലെ ഏകദേശം കുറെ സ്റ്റേറ്റ്സിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്. Okay, he killed the girl, you know. ഓക്കെ. Attends, I show you. I'm with him in Paris, you know. മലയാളിയായ ഞാൻ ഇതുവരെ ഒരു കഥകളി മുഴുവൻ കണ്ടിട്ടില്ല. അവരുടെ ഒരു താല്പര്യം. It's me, with him. ഓക്കെ. I know all. I know them. I know him. He came in Paris. Oh, he did it? Yeah, he makes show in Paris. Oh, fantastic. I recognize him. He say, come. Look, I know Okay. well. He Okay. speak French. He speak French. Oh, wow. Amazing. Look me. Oh, there you are. It's me. Okay. No, amazing. The world is so little, you know. She is very famous now. നല്ല മഴയുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പുതിയ മൂന്നാറിലേക്ക് ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. ആണ് രാത്രിയിൽ ഞങ്ങളുടെ കോട്ടേജിലെ വ്യൂ. ഞാനായിട്ട് അടിപൊളിയല്ലേ? നമ്മളിപ്പോ പാർക്കിലേക്കാണ് ഇപ്പൊ പോണേ. ഓക്കെ, പാർക്കിൽ ചെന്നിട്ട് അപ്പൊ അടിച്ചു പൊളിക്കല്ലേ നീ? നമ്മളിപ്പോ എവിടെയാ വന്നിട്ട്? മൂന്നാർ ഹൈഡൽ പാർക്ക്. എനിക്ക് വേണ്ടി ഡാൻസ് കളിക്കാൻ വേണ്ടി ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഡാൻസ് ആദ്യം സ്റ്റെപ്പ് പോരട്ടെ. മൂന്നാർ വന്നിട്ട് ഇത് എടുത്തില്ലെങ്കിൽ പിന്നെ എന്താ? ശരിയല്ല കുഞ്ഞുണ്ണി? ഐ ലവ് മൂന്നാർ. ഡു യു ലവ് മൂന്നാർ? യെസ്, വി ലവ് മൂന്നാർ. ഇതാരാണിത്? ശേരുവല്ലേ ഇത്? ശേരു സൂത്രൻ എന്തിനാ കുട്ടാ? നിനക്ക് സുഖാണോ? നിനക്ക് അല്ലെങ്കിൽ ഒരു ഓറഞ്ച് തരാറുന്നല്ല. കുഞ്ഞുണ്ണി ഇവിടെ ശേരു. ആ ശേരു മാമൻ ശരിയല്ലേ? സൂത്രൻ എന്തിയാന്ന് വെച്ച് അവൻ അറിയാൻ പാടില്ലാന്ന്. സൂത്രനെ നീ കണ്ടം വഴി ഓടിച്ചോടാ? നീ ഓടിച്ചാ? പിന്നില്ലാണ്ട് അവര് കണ്ടു കഴിഞ്ഞാൽ പാർട്ടിയും സെക്യൂരിറ്റി ഗാർഡ്സ് എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ഓടിക്കളാൻ പറയും. ഇതാ കുഞ്ഞുണ്ണി, നീ എങ്ങോട്ടാ കയറി പോണേ? എന്നാണ് എന്റെ ഉദ്ദേശം? നമുക്ക് പോണ്ടേ? കഞ്ഞി കുടിക്കണ്ടേ? എന്നാ ബാ. ഇനി നേരെ ഇവിടുന്ന് ടൗണിലേക്ക്. എന്താ സാധനം? ഫേവറേറ്റ് ചിക്കൻ മോമോസ് ആണോ? ഏറ്റവും ഫേവറേറ്റ് ചിക്കൻ മോമോസ് ആണോ? ചിക്കൻ മോമോസ് സ്റ്റീം ചെയ്തത്. അമ്മ ഡിന്നർ അടിക്കാൻ പോവാ. അയ്യോ എന്താ എരിവേന്? എടാ ഇതാണ് നീ ആദ്യം പറഞ്ഞ എരിവുണ്ടെന്ന്. അതിന് നല്ല എരിവുണ്ട്. അപ്പോ നാളെ രാവിലെ കാണാം നമുക്ക്. ബ്ലോഗ് ക്ലോസ് ചെയ്യാണ്. ബൈ.